ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂലേക്ക് സമ്മതിപ്പിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു തമിഴ് മൂവിയാണ് ഗുഡ് ബാഡ് ആംഗിൾ എന്ന് പറയുന്ന ചിത്രമാണ്. നമ്മുടെ ഈ ഫസ്റ്റ് സീസണിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു തമിഴ് ചിത്രമാണ്. ഒരുപക്ഷെ കേരളത്തിലും ആദ്യം സെൻട്രലിൽ കിട്ടിയിരുന്നില്ല, കാരണം മലയാളത്തിൽ തന്നെ ഏകദേശം 3ഓളം വലിയ ചിത്രങ്ങൾ തന്നെ റിലീസ് ചെയ്തിരുന്നു. പക്ഷേ എന്തോ പറയുക, ഒരു പോസിറ്റീവ് വൈബ് തോന്നുന്നു ഗുഡ് ബാഡ് ആംഗിളിക്ക്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദിത്യ രവിചന്ദ്രനാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രം നോക്കി കഴിഞ്ഞാൽ മാർക്കാൻഡ് എന്ന് പറയുന്ന ചിത്രമാണ്. വിശാൽ എസ് എ സൂര്യ കൊണ്ട് തന്നെ ഒരു ക്ഷയിപ്പിച്ചൊരു പടം തന്നെയായിരുന്നു. ടൈം ട്രാവലും ആക്ഷൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതായിരുന്നു മാർക്കറ്റിൻ്റെ സ്റ്റോറി. അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഫിലിം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തരത്തിലും എന്താ പറയുക ഗുഡ് ബാഗിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതല്ല ആ പടം ദഹിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ഗുഡ് ബാഗിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, കാരണം അതാണ് അതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി കാസ്റ്റിംഗ് നോക്കിയാൽ നമ്മുടെ സ്വന്തം അജിത് കുമാർ, തൃഷ കൃഷ്ണൻ, സലാറിലെ പൃഥ്വിരാജ് ചെറുപ്പകാലം നിർമ്മിച്ച വ്യക്തി, പ്രഭു പ്രസന്ന, ജാക്കി ഷെറിഫ്, അർജുൻ ദാസ്, പ്രിയ പ്രകാശ് വാര്യർ തുടങ്ങിയപ്പോൾ തന്നെ മൈൻ കാസ്റ്റിംഗായി വരുന്നുണ്ട്. സിമ്രാൻ, യോഗി ബാബു, അങ്ങനെ ഒട്ടേറെ താരങ്ങളൊക്കെ വന്നു പോകുന്ന ഒരു ചിത്രം തന്നെയാണ്. വലിയ ബഡ്ജറ്റിൽ വന്ന ചിത്രമാണ്. GV പ്രകാശ് കുമാറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള. അനിരുദ്ധും ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഗുഡ് ബാംഗിളെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഒരു പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് പറയാനുള്ളത് അജിത് കുമാർ എന്ന് പറയുന്ന നടൻ്റെ ഒരു സ്ലാങ്ങും അതുപോലെ ആക്ഷൻസും ആ മൂമെൻറ്റ്സും പരിപാടിയും കാരൊക്കെ ഒരു കൂർത്തിറക്കിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. AK ആയിട്ടാണ് അജിത് കുമാർ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, അത്രയേറെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ കഥാപാത്രമാണ് അജിത് കുമാർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു ഡ്രാഗനൊക്കെ വിശേഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഡ്രാഗർ ആയിരുന്ന വ്യക്തി പിന്നീട് തൻ്റെ ഫാമിലിക്ക് വേണ്ടി പഴയ തലം ഗാങ്സ്റ്ററും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് AK ആയി മാറുന്നു. അപ്പോൾ AKയേക്കാൾ പഴക്കം ഡ്രാഗൺ, കാരണം ഒരു കാലത്ത് എന്താ പറയുക സിറ്റി മൊത്തം വിറപ്പിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തെ ഗാങ്സ്റ്റർ മൊത്തം വിറപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് AK എന്ന് പറയുന്ന ഡ്രാഗൺ. നമ്മുടെ അജിത് കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതിനെയാണ് കഥ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. SP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പറയുക അജിത് കുമാറിൻ്റെ ഒരു കട്ട ഒരു ആരാധകനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുവിധം ഫിലിം കാണുന്നവരാണെങ്കിൽ ഇതിൽ പല പല പാട്ടുകളും പല പല സീൻസും ഒരു കണ്ടു ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഈ പുറത്തിറങ്ങിയ അജിത് കുമാർ ഫിലിമുകളൊക്കെയാണ് കാണുന്ന ഒരു വ്യക്തിയുടെ ഒരു പക്ഷേ ഒരു പുതിയൊരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ എന്താ പറയുക വേറൊരു മൂഡായിരിക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവുക. കാരണം അത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു ആക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആക്ഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തി ഇൻട്രോയിൽ പോലും അദ്ദേഹത്തിൻ്റെ പഴയ പല പാട്ടുകളിലും ഒക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ആക്ഷൻസും ഇമോഷൻസ് പല പല സീൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. റിപ്പീറ്റായി പഠിച്ചിരുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട് AI ഉപയോഗിച്ചിട്ട്, അത്യാവശ്യം അത് കൊള്ളാൻ തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, ഈ അജിത് കുമാറിൻ്റെ ബില്ല, ധീര, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്, വേതാളം, അങ്ങനെ ഒരുപാട് പോയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് ഗാങ്സ്റ്റേഴ്സിൻ്റെ. ഇതൊക്കെ ആ റെഫറൻസും കാര്യങ്ങളൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഈ തുടക്കത്തിൽ തന്നെ അത്രയും വലിയൊരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ആ സീൻസൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചു. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകത്തിൽ പറയാനുള്ളത് ഈ ഫസ്റ്റ് ഹാഫ് തന്നെയാണ്, കാരണം അത് ഭയങ്കര സ്പീഡായിട്ടേ പോകുന്നുള്ളൂ. ഏകദേശം 2 മണിക്കൂറും 15 മിനിറ്റാണ് എൻ്റെ ഡ്യൂറേഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. പക്ഷെ എന്താ പറയുക, ആ ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തന്നെ അതിവേഗം മൂവ്മെൻറ്റോട്സ് കൂടി തന്നെ പെട്ടെന്ന് തന്നെ പടപടാന്നൊരു ഫസ്റ്റ് ഹാഫ് പോയി. ഒട്ടും ബോറടിയിൽ നല്ല പുതിയ അനുഭവം തന്നെ. എസ്പെഷ്യലി ഇൻ്റർവെൽ ബ്ലോക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ അജിത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ലാങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കുറേ കാലം ശേഷം ഒരു അജിത് ഫാൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഒരു ഫാൻ ബോയ് സംഭവം ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ബാക്കിയുള്ള പിന്നെ അർജുൻ ദാസ് അതൊരു കഥാപാത്രമാണ്. എമ്മി ആൻഡ് ജോണി എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ആ 2 കഥാപാത്രങ്ങൾ എസ്പെഷ്യലി എന്താ പറയുക ഗംഭീരമായി തന്നെയാണ് വർക്കൗട്ട് ആൻ സാധിച്ചിട്ടുള്ളത്. കാരണം അർജുൻ സ്ലാങ് ആണെങ്കിലും ആ ഇൻട്രോൾ സീൻസ് കാണിക്കുന്ന പാട്ടൊക്കെ ആണെങ്കിൽ പോലും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാണിക്കാൻ സാധിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ച് കഴിഞ്ഞാൽ നടൻ്റെ ഒരു സൗണ്ട് മോഡുലേഷനാണ്. ഗംഭീരമായി തന്നെയാണ് സൗണ്ട് മോഡുലേഷനൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കൊള്ളാവുന്നതാണ് എൻ്റേതായിട്ടുള്ള അഭിപ്രായം. കാരണം അജിത്ത് കഴിഞ്ഞ ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചുള്ള വ്യക്തി അർജുൻ ദാസ് ആയിരിക്കും. ബാക്കിയുള്ള വ്യക്തികളൊക്കെ എന്തിനോ വേണ്ടി ഒരു തിളച്ച സാമ്പാർ പോലെ തോന്നി. പ്രസന്ന അതുപോലെ തന്നെ സുനിലൊക്കെ വന്നിട്ട് പോകുന്നുണ്ട് എന്തിനോ എന്തോ. അതുപോലെ തന്നെ സലാറിലെ അവതരിപ്പിച്ചിട്ടുള്ള പയ്യൻ, പിന്നെ തൃഷ കൃഷ്ണൻ, പ്രിയ പ്രകാശ് വാര്യർ ഒരു പരിധി വരെയും നന്നായിരുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് പോയപ്പോൾ കൈവിട്ട പോയിട്ടുള്ള അവസ്ഥയാണ്. എസ്പെഷ്യലി ആ ബാറിനകത്ത് വെച്ചുള്ള ഒരു സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നു, അത് കഴിഞ്ഞ് തൃശ്ശാകൃഷ്ണയ്ക്ക് എന്തോ മനസ്സോടെ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടും തന്നെ അവർക്ക് വയ്യാത്ത പോലെ തോന്നും. എന്തിനാണ് താല്പര്യമില്ലാത്ത അവതരിപ്പിച്ച പോലെയാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടില്ല. ആരും നിർബന്ധിച്ച് അവതരിപ്പിക്കുന്ന പോലെയാണ് കണ്ടപ്പോൾ തോന്നിയത്. ബാക്കി എല്ലാവരും ഓവറോൾ എന്താ പറയുക അവരുടേതായ രീതിയിലുള്ള ഒരു ചെറിയ സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ മെയിനായിട്ട് 2 വ്യക്തികൾ നല്ല രീതിയിൽ തന്നെ കാണുന്ന പ്രേക്ഷകർ കണ്ടിച്ച് സാധിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് തോന്നും. നമ്മളിൻ്റെ സ്റ്റോറി പരിശോധിക്കുക വെച്ചെങ്കിൽ, അതായത് പഴയ കാലത്ത് ഒരു ഗാങ്സ്റ്ററാണ് AK ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വ്യക്തി.
അപ്പോൾ തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ജയിൽവാസത്തിലോട്ട് കഴിയുന്നു. ജയിൽ അദ്ദേഹം തന്നെയാണ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ തൻ്റെ മകനെ വേണ്ടി ഒരുത്തരും കയറി ചൊറിയുന്നുണ്ട്. അത് പിന്നീട് ആ വ്യക്തി അതിലെല്ലാം മറന്നുകൊണ്ട് വീണ്ടും ആ ഡ്രാഗണിലേക്ക് എത്തുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുക, ആരാണ് അതിന് പിന്നിൽ, എങ്ങനെയാണ് രക്ഷിച്ചെടുക്കുക, അതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിട്ടുള്ള ഒരു മകൻ. അപ്പോൾ ഈ അച്ഛനെ ഇത്ര ഏകദേശം 10 വർഷത്തോളം കാണാൻ സാധിക്കുന്നില്ല. അത് ഇന്ത്യയെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ സ്പോയിലറായി പോകും, അപ്പോൾ കാണിക്കുന്നില്ല. പക്ഷെ എന്താ പറയുക, രണ്ടുപേരും കണ്ടുമുട്ടിയ സാഹചര്യം വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അതൊക്കെ അത് മുന്നോട്ട് പോകുന്നത്. അതായത് ഈ സ്റ്റോറിക്ക് എപ്പോഴത്തെ ഒരു അച്ഛൻ മകൻ തമ്മിലുള്ള ഇമോഷൻസും അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇതിൽ മറ്റൊരു പറയുന്ന സിമ്രാൻ്റെ അത്യാവശ്യം കൊള്ളാൻ പറഞ്ഞ ഒരു ഇൻട്രോ സീൻസും അതുപോലെ ഇവർ തമ്മിലുള്ള പാട്ടും സീൻസൊക്കെ കൊള്ളാം. അപ്പോൾ ഈ തൃഷ അജിത് കുമാറിൻ്റെ പഴയൊരു പടത്തിലൊരു പാട്ട് കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പടത്തിൽ കാണുന്നത്. ചെറിയ സീൻസ് ഉള്ളെങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു ഓവറോൾ ഒരു ഓക്കെ ലെവൽ തന്നെയാണ് ആ പാട്ട് സമ്മാനിച്ചതും. അതുപോലെ തന്നെ ഇൻ്റർവെൽ വരുന്ന ബ്ലോഗും പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. ഞാൻ പറഞ്ഞു ഇൻ്റർവെൽ വരെയും മതിയേറെ കൊണ്ടുപോയി. പക്ഷേ എന്നെ അപ്പുറത്തോട്ട് വരുമ്പോൾ ആ ഒരു പഴയൊരു കിക്ക്, ഒരു പവറോ ഇല്ലാത്ത പോലെ പടം ഭയങ്കര ഡൗൺ ആയി പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ. സ്റ്റാർട്ടിങ് ഗംഭീരമായിട്ടുള്ള ഡൗണിങ് ആണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു ഹൈ മൂവ്മെൻറ്റ്സ് തരുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. എനിക്ക് അതിൽ പിന്നീട് എടുത്ത് പറയാൻ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, മറ്റേ ഈ ഫോട്ടോഗ്രാഫ് ആയിട്ടുള്ള ഒരു സീനുണ്ട്. AK ഡ്രാഗൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നേച്ചർ പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് കെൻ ഷൂട്ട്. അത് സെറ്റ് പരിപാടി തന്നെയായിരുന്നു. കാരണം വേറെ ലെവൽ തന്നെയാണ് ആ സീൻസ് കൊണ്ടുവച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാ പ്രാവശ്യം പറയാൻ നമുക്കറിയാം, ആദിക്ക് വെച്ച് തന്നെ എന്തെങ്കിലും ഗണ്ണോ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അറിയാം. ഇപ്പോൾ മാർക്കാനിനായി കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിൽ തന്നെ അവസാനമായിട്ടൊരു തോക്കൊക്കെ വരുന്ന ഡിനോസർ തോക്കോ വിശാലിൻ്റെ ഫേസൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഇതിലും ഒരു പടം സംഭവം കാറാണ് പ്രാവശ്യം വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോജിക്ക് നോക്കുകയെങ്കിൽ ഒരു താങ്ങിയില്ല പടത്തിൽ. പക്ഷെ ലോജിക്കെല്ലാം മറന്ന് നോക്കുകയെങ്കിൽ അത്യാവശ്യം എസ്പെഷ്യലി നല്ല ഒരു കയ്യടിച്ച് അർമാദിക്കാവുന്ന തരത്തിൽ കുഴപ്പമില്ലാതെ തോന്നുന്ന അനുഭവം തന്നെയാണ് പല സീൻസ് നമുക്ക് സമ്മാനിച്ച് തരുന്നത് എന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു. കാരണം വളരെ സന്തോഷമായി തോന്നുന്നതെന്ന് വെച്ചാൽ അജിത് കുമാർ എന്ന് പറയുന്ന നടൻ്റെ ഒരുപാട് കാണിച്ച ശേഷം പരാജയത്തിന് ശേഷം ഒരു പക്ഷേ ഫാൻസിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും എല്ലാ തരത്തിലും എന്താ പറയുക ഒരു വോട്ടേജ് തരുന്ന ഒരു പടം തന്നെയാണ് ഗാങ്സ്റ്റർ പടം വിശേഷിക്കാൻ സാധിക്കും. അതിനിടയ്ക്ക് കുറേ റെഫറൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഒട്ടും തന്നെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അത് ഏറ്റവും എടുത്ത് പറയണം. നമ്മൾ കണ്ടുപഴകിയ സീൻസ് അയ്യോ എന്ന് തോന്നുന്നില്ല. ചില പാട്ടുകളൊക്കെ ഉണ്ട്, നമുക്കറിയാത്തവരാണെങ്കിൽ ഏത് പടത്തിലെ പാട്ടെന്ന് ചിന്തിച്ച് പോകും. അതും ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ നമ്മുടെ എന്താ പറയുക, പക്ഷെ ഒന്നും അത് തന്നെ പടത്തിനോട് ബാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതിൻ്റെ നെഗറ്റീവിലോട്ട് കിടക്കുമ്പോൾ ഇതിൻ്റെ ബാഡ് സ്കോർ വരുന്ന പല സീൻസും വരുന്നുണ്ട്. ഈ പ്രകാശിൻ്റെ ഒരു പരിധി വരെയും സപ്പോർട്ടെങ്കിൽ ആ പരിധിക്ക് അപ്പുറത്തോട്ട് വരുമ്പോൾ ഒട്ടും തന്നെ ഒരു കൺവിൻസിങ് എനിക്ക് പോലെ തോന്നിയില്ല. പിന്നെ നെഗറ്റീവ് ക്ലൈമാക്സ് വരുന്ന ഒരു സീനാണ്. ക്ലൈമാക്സ് ഒക്കെ ഒപ്പിച്ചെടുത്താൽ പോലെയാണ് ക്ലൈമാക്സ് സീൻസൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊക്കെയാ മറ്റേ ഇവിടെ മുകളിലെടുത്ത് കാണിക്കുന്നുണ്ട് എന്തോ. പിന്നെ പ്രിയ പ്രകാശ് വാരിനെ കുറിച്ച് പറയണം. നല്ലൊരു കോമഡി റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് വേറെ ഒന്നല്ല, അതിൽ ബാസിയും വരുന്നുണ്ട്. അയ്യോ എൻ്റെ പൊന്നു ആ പ്രകടനങ്ങൾ. പിന്നെ സലാറിലെ പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച പയ്യൻ എൻ്റെ പൊന്നു ഗംഭീരമായ വെറുപ്പിക്കൽ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് തൻ്റെ രീതിയിൽ തന്നെ വെറുപ്പിക്കൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം താങ്ങി നിർത്താൻ അർജുൻ ദാസ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അജിത് കുമാർ രണ്ട് വ്യക്തികളും ഗംഭീരമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട്. അത് ഓരോ ലെവൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഗുഡ് ബാഗിനെ കുറിച്ച് പറയുമ്പോൾ ഓവറോൾ എന്താ പറയുക ഒരു മോശമല്ല നല്ലതല്ല ഒരു തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല തരത്തിൽ, അല്ലെങ്കിൽ ഒരു തല ഫാൻസിന് തലയോട് ഇഷ്ടമുള്ള ഒരു ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും ചിന്തിക്കാതെ കാണാൻ ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ആവാൻ സാധിക്കും. ഗുഡ് ബാങ്ക് ആംഗിൾ ഒരു എന്താ പറയുക അടിപൊളി ഒരു പൂരം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും ഫസ്റ്റ് സീസണിൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എസ്പെഷ്യലി ഇന്നത്തെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ഷെയർ പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂമായി വന്ന് കാത്തിരിക്കാനും ബൈ.